ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 12 വരാഹാവതാരം. ഇതിൻ്റെ വൃത്തം വസന്ത തിലകം. ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിലാഴ്ത്തിയ കാര്യം നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു. അങ്ങനെ ഭൂമിയെ വെള്ളത്തിലാഴ്ത്തിയ സമയത്ത് പ്രജകൾക്ക് നേരിട്ട ദുഃഖം കൊണ്ട് സ്വയംഭുവ മനു ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുകയാണ്. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപ ശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. സ്വയംഭുവോ മനുഃ അത ജനസർഗശീലോ ദൃഷ്ട്വാ മഹിം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരം ആപ ശരണം ഭവദംഘ്രി സേവാ തുഷ്ടാശയം മുനിജനേഹി സഹ സത്യലോകേ. അധോജനസർഗശീല അനന്തരം പ്രജകളെ സൃഷ്ടിച്ചു പോരുന്ന സ്വയംഭുവ മനു മഹിം അസമയേ സലിലേ ഭൂമിയെ അനവസരത്തിൽ വെള്ളത്തിൽ നിമഗ്നാം ദൃഷ്ട മുങ്ങിപ്പോയതായി കണ്ടിട്ട് മുനിജനേഹി സഹ മഹർഷിമാരോടുകൂടി സത്യലോകത്തിൽ വാണരുളുന്നവനും ഭവദംഘ്രി സേവാ തുഷ്ടാശയം അവിടുത്തെ പാതാരബിന്ദങ്ങളെ സേവിക്കുന്നതുകൊണ്ട് സന്തുഷ്ട ഹൃദയനുമായ സ്രഷ്ടാരം ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ജനസർഗശീല താൻ സൃഷ്ടിച്ചവർക്ക് ആശയമില്ലെന്ന് വന്നാൽ ആരും ദുഃഖിക്കുമല്ലോ. ഭവദംഘ്രി സേവ തുഷ്ടാശയം, അതായത് സന്തുഷ്ടനായ പ്രഭുവിനെയാണല്ലോ ശരണം പ്രാപിക്കേണ്ടത്. മാത്രമല്ല ഭഗവത് അനുഗ്രഹം കൊണ്ട് പ്രജാരക്ഷണത്തിൻ്റെ ഒരു മാർഗം കണ്ടെത്താൻ ബ്രഹ്മാവിന് കഴിയുമെന്നും ഇവിടെ ധ്വനിച്ചിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിലെ 13, 17, 18, 19 എന്നീ അധ്യായങ്ങളിൽ വർണ്ണിക്കപ്പെട്ട വരാഹാവതാര കഥ ഇവിടെ 12, 13 ദശകങ്ങളിലായിട്ട് സംഗ്രഹിച്ചിരിക്കുകയാണ്. 13-ാം അധ്യായത്തിലുള്ള വരാഹസ്തുതി കാവ്യൗചിത്യാനുസാരം ഇവിടെ 13-ാം ദശകത്തിൽ ഹിരണ്യാക്ഷ വധ അനന്തരമാക്കിയിട്ടുണ്ട് എന്നൊരു വിശേഷം കാണാം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹിം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപ ശരണം ഭവദംഘ്രി സേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹിം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപ ശരണം ഭവദംഘ്രി സേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപ ശരണം ഭവദംഘ്രി സേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.